ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലർ റെയിൽ സർവീസ് മഹാരാഷ്ട്രയിൽ ആരംഭിച്ചു. താനെ ജില്ലയിലെ മലാംഗഡ് കോട്ടയിലേക്കാണ് ഫ്യൂണിക്കുലർ റെയിൽവേ സർവീസ് ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 18-നായിരുന്നു ഉദ്ഘാടനം. മലാംഗഡ് കോട്ട മഹാരാഷ്ട്രയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. 7-ാം നൂറ്റാണ്ടിൽ മൗര്യ രാജവംശത്തിലെ നളദേവ് രാജാവാണ് ഈ കോട്ട ആദ്യമായി പണി കഴിപ്പിച്ചത്. മലഞ്ചെരിവുകൾ പ്രയോജനപ്പെടുത്തി 3 നിലകളിലായാണ് ഇതിൻ്റെ നിർമ്മാണം. ഏറ്റവും താഴ്ന്ന നില 1000 അടി വീതിയും 2500 അടി നീളവുമുള്ള ഒരു പീഠഭൂമിയാണ്. ഇവിടെ സൂഫി സന്യാസിയായ ഹാജി മലാങ്ങിൻ്റെ ദർഗയും ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടേക്കാണ് റെയിൽ സർവീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കോട്ടയുടെ മുകൾ ഭാഗം ട്രെക്കിങ്ങിനായി എത്തുന്ന യുവാക്കളുടെ മുഖ്യ വിഹാര കേന്ദ്രമാണ്. ഉയർന്ന നില സോൺമാച്ചി എന്നറിയപ്പെടുന്ന ഒരു വലിയ പാറയാണ്. ഇവിടേക്കുള്ള സാഹസിക യാത്ര യുവാക്കൾക്ക് ഹരമാണ്. മുമ്പ് 2600 പടികൾ കയറി കോട്ടയിലെത്താൻ ഏകദേശം 2 മണിക്കൂർ എടുക്കുമായിരുന്നു. എന്നാൽ പുതിയ ട്രെയിൻ സർവീസ് വഴി വെറും 7 മുതൽ 10 മിനിറ്റിനുള്ളിൽ കോട്ടയിൽ എത്താം. 1.2 കിലോമീറ്റർ നീളമുള്ള ഈ പാത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഫ്യൂണിക്കുലർ റെയിൽവേകളിൽ ഒന്നാണ്. കഠിനമായ മലകയറ്റം ഒഴിവാക്കാൻ സാധിക്കുമെന്നതിനാൽ പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും കുട്ടികൾക്കും ഇത് വലിയ ആശ്വാസമാകും. ഹാജി മലാങ് ദർഗയിലേക്കും മലാംഗഡ് കോട്ടയിലേക്കും എത്തുന്ന തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഇനി മുതൽ യാത്ര സുഗമമാകും. ഒരേ സമയം 90 മുതൽ 120 വരെ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള 2 കമ്പാർട്ട്മെൻറ്റുകളാണ് ട്രെയിനിലുള്ളത്. ഒരാൾക്ക് പോയി വരാൻ ഏകദേശം 150 രൂപയാണ് ടിക്കറ്റ് നിരക്കായി ഈടാക്കുക. 2004 നിർദ്ദേശിക്കപ്പെട്ട ഈ പദ്ധതി ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ കൊണ്ടും സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടും വർഷങ്ങളോളം നീണ്ടുപോയി. ഏകദേശം 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. ന്യൂസ് ഡെസ്ക് നിപുണൻ.